السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നഈമി വിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ സിഹറിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും ആവശ്യമായ കാര്യങ്ങളും രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള ചില മന്ത്രങ്ങളാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളവർ കഴിയുന്നവരൊക്കെ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ 4-ാമത്തെ സൂറത്താണ് സൂറത്തുൻ നിസാ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസാ 4-ാമത്തെ സൂറത്ത്. ആ സൂറത്തിനെ സിഹറിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ സൂറത്തുൻ നിസാ അധികമായി ഓതിയാൽ അവർക്കതിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ്. സിഹർ ബാധിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുന്ന പല കുടുംബങ്ങളും ഉണ്ട്. ആ കുടുംബങ്ങളിൽ ഖുർആൻ ഓതാൻ അറിയുന്നവരെന്ത് ചെയ്യുക? സൂറത്തുൻ നിസാ പതിവായി പാരായണം ചെയ്യുക. എല്ലാവർക്കും ഓതാൻ പറ്റുമെങ്കിൽ എല്ലാവരും സുബൈക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ വീട്ടിൽ വെച്ച് സൂറത്തുൻ നിസാ പാരായണം ചെയ്യുക. സൂറത്ത് ആൽ ഇമ്രാൻ്റെ മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂറത്ത് ആൽ ഇമ്രാൻ അതും ഇതുപോലെ സിഹറൊക്കെ ബാത്തിലാകാൻ വേണ്ടി വീട്ടിൽ ധാരാളം ഓതുന്നത് നല്ലതാണ്. സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാനൊക്കെ നല്ലതാണ്. എന്നതുപോലെ സൂറത്തുൻ നിസാ വീട്ടിൽ ധാരാളമായി പാരായണം ചെയ്താൽ സിഹറിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നിസാഇൻ്റെ മറ്റൊരു ഗുണമാണ് സൂറത്തുൻ നിസായിലെ 174, 175 ആയത്തുകൾ മത്സരത്തിന് പോകുന്നവരുണ്ടല്ലോ, മത്സരങ്ങൾക്ക് എക്സാം ആകാം, അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളാകാം, ക്വിസ് മത്സരമാകാം, അതുപോലെ തന്നെ മറ്റ് ഹലാലായ മത്സരങ്ങൾ. നമുക്ക് ഇസ്ലാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഹലാലായ ഏത് മത്സരത്തിലാണെങ്കിലും, അതല്ലാതെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കാൻ പോകുന്നതിനും തിരുവാതിര കളിക്കാൻ മത്സരത്തിന് പോകണമെന്നൊന്നും ഓതാനല്ല കേട്ടോ പറഞ്ഞത്. ഇസ്ലാമിൽ അനുവദനീയമായ രൂപത്തിൽ ഏത് മത്സരത്തിന് പോകുമ്പോഴും ആ മത്സരത്തിൽ വിജയിക്കാൻ സൂറത്തുൻ നിസായിലെ 174, 175 ആയത്തുകൾ അത് ഓതിയിട്ട് പോവുക. അത് ഓതി ദുആ ചെയ്തുകൊണ്ട് പോവുക. വിജയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൻ നിസാഇൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ 2 പറഞ്ഞത്. ഇനി തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൻ നിസാ കഴിഞ്ഞാൽ തൊട്ടടുത്ത 5-ാമത്തെ സൂറത്ത് ഏതാണ്? ഖുർആനിൽ സൂറത്തുൽ മാഇദയാണ്. സൂറത്തുൽ മാഇദ. ആ മാഇദയെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നു. 41 പ്രാവശ്യം സൂറത്തുൽ മാഇദ പാരായണം ചെയ്താൽ അവൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറുന്നതാണ്. പലരും ദാരിദ്ര്യം പറഞ്ഞ് ദുആരക്കാൻ പറയാറുണ്ട്. അവരോട് പറയുകയാണ്, സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും വീട്ടിൽ പാരായണം ചെയ്യണം, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കണിശമായി നമ്മെ പഠിപ്പിച്ചതാണ്. അത് ഓതണം. അതുകൂടാതെ പറ്റുന്നവർ എന്ത് ചെയ്യുക? സൂറത്തുൽ മാഇദ വീട്ടിൽ പാരായണം ചെയ്യുക. സൂറത്തുൽ മാഇദ 41 പ്രാവശ്യം വീട്ടിൽ വെച്ച് ഓതിയാൽ അവൻ്റെ സർവ്വ ദാരിദ്ര്യവും മാറുന്നതാണ്. സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട സൂറത്താണ്, വീട്ടിൽ വെച്ച് ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ. ഇതോ സൂറത്തുൽ മാഇദ ഒരു ദിവസം എന്ത് ചെയ്യുക? 41 പ്രാവശ്യം ഓതുക. അപ്പോൾ സൂറത്തുൽ മാഇദ 41 പ്രാവശ്യം വീട്ടിൽ വെച്ച് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ വീടിൻ്റെ ദാരിദ്ര്യങ്ങളൊക്കെ മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അവരെ ആ വീട്ടിലെ ദാരിദ്ര്യം അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശന്ന് വലഞ്ഞവൻ ഓതിയാൽ തീർച്ചയായും അവൻ്റെ വിശപ്പിനുള്ളത് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുന്നതാണ്. സമ്പത്തില്ലാതെ വിശന്ന് വലഞ്ഞ് ബുദ്ധിമുട്ടാകുന്നവർ ഈ സൂറത്തുൽ മാഇദ ഓതി ദുആ എന്നാൽ അവൻ്റെ ആ ഭക്ഷണം അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നതാണ്, ഖൈറായ വഴിയിലൂടെ എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി നമ്മുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും എന്ത് ചെയ്യണം? നമ്മുടെ ഈ സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തും 21-ാമത്തെ ആയത്തും എഴുതിയിട്ട് വലത് കയ്യിൽ കെട്ടിയാൽ അവൻ്റെ ആരോഗ്യം മെച്ചമാകുന്നതാണ്. ചിലർക്ക് ആഫിയത്തില്ലാത്തവരുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും മരുന്ന് കഴിച്ചാലും ഒക്കെ ആഫിയത്തില്ല, ആരോഗ്യമില്ലാത്ത സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരെന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തും 21-ാമത്തെ ആയത്തും ഒരു പേപ്പറിൽ എഴുതിയിട്ട്
വലത് കൈയിൽ കെട്ടുക. അങ്ങനെ വലത് പേപ്പർ കെട്ടുമ്പോൾ കുളിക്കുമ്പോൾ നനഞ്ഞു പോവും. അപ്പോൾ അത് ചെയ്യണം, ഒരു തകിടിനകത്താകണം, ഒരു കൂടിനകത്താകണം, ഹൈക്കലിനകത്താക്കണം, ഒരു കൂടിനകത്താക്കി അത് ചെയ്യാൻ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൂടിലാക്കി അവൻ വലത് കൈയിൽ കെട്ടിയാൽ അവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്, അവന് മനസ്സമാധാനവും ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ മനസ്സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവരും ആരോഗ്യക്കുറവുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഇത് ചെയ്താൽ അവർക്ക് നല്ല ആരോഗ്യം കിട്ടും, മനസ്സമാധാനവും കിട്ടുന്നതാണ്. അപ്പോൾ സൂറത്തുൽ മാഇദയുടെ പ്രത്യേകതയാണ് നമ്മളിത് പറഞ്ഞത്. ഇനി നോക്കൂ, സൂറത്തുൽ മാഇദ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ അൻആം ആണ്. സൂറത്തുൽ അൻആം ആണ് അടുത്ത സൂറത്ത്. ആ സൂറത്തുൽ അൻആമിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നു, പാപമോചനത്തിന് നിയത്ത് ചെയ്ത് ഒറ്റ ഇരിപ്പിലിരുന്ന് ഈ സൂറത്തുൽ അൻആം ഓതി തീർത്ത് ഇസ്തിഗ്ഫാറും ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുക, അതുപോലെ തന്നെ ഈ പാപമോചനം ഉദ്ദേശിച്ചുകൊണ്ട് സൂറത്തുൽ അൻആം പാരായണം ചെയ്യുക. എന്നാൽ അല്ലാഹു തആല അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ഇനി ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിക്കുന്നു, ഈ സൂറത്തുൽ അൻആമിനെ ഓതിയ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷയ്ക്കായി ദുആ ചെയ്താൽ അവന് ഫലം കിട്ടുന്നതാണ്. എല്ലാ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സൂറത്തുൽ അൻആമിനെ ഓതുക, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ദുആ ചെയ്ക്കുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷ കൊടുക്കുന്നതാണ്, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനിയും പറയുന്നു, ഈ സൂറത്ത് ആൽ ഇംറാന്റെ 1-ാമത്തെ ആയത്ത് എല്ലാ ദിവസവും 7 പ്രാവശ്യം ഓതി കയ്യിൽ ഊതി ശരീരത്തിന് തടവിയാൽ രോഗങ്ങളിൽ രക്ഷ കിട്ടുന്നതാണ്. ഏതാ 1-ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. ഇതാണല്ലോ 1-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ എല്ലാ ദിവസവും 7 പ്രാവശ്യം ഓതിയിട്ട് കയ്യിലേക്ക് മന്ത്രിച്ചോതുക, ഇഷ്ഫി എന്ന് മന്ത്രിച്ചോതുക. എന്നിട്ട് ശരീരം മുഴുവൻ തടവിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും അവന് രക്ഷ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി നോക്കൂ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ സൂറത്തുൽ അൻആമിനെ 41 പ്രാവശ്യം ഓതി വന്നാൽ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇതൊക്കെ കിതാബിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ചെയ്യുക, അല്ലാത്തവർ കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ സൂറത്തുൽ അൻആമിലെ 17-ാമത്തെ ആയത്തും 18-ാമത്തെ ആയത്തുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ ഉറക്കിലും ഉണർവിലും നമുക്ക് ഐശ്വര്യം കാണാം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉറങ്ങാൻ സമയത്ത് എന്ത് ചെയ്യുക? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 17-ാമത്തെയും 18-ാമത്തെയും ആയത്ത് സൂറത്തുൽ അൻആമിലെ 17, 18 ആയത്തുകൾ ഓതിയിട്ട് കിടക്കുക. എന്നാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സൂറത്തിലെ 103-ാമത്തെ ആയത്തിനെ അധികമായി നമ്മൾ ഓതിയാൽ അന്യായക്കാരൻ്റെ ദൃഷ്ടിയിൽ പെടൂല. അന്യായക്കാരെന്ന് പറഞ്ഞാൽ ന്യായത്തിനെതിരായി നമ്മോട് പ്രവർത്തിക്കുന്നവർ, ന്യായമായ രൂപത്തിലല്ല അന്യായമായി നമ്മളോട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ പെടൂല. അതുപോലെ തന്നെ ശക്തമായ കാറ്റ് അടിച്ചു വീശുന്ന സമയത്തും ഈ ആൽ ഇംറാനിലെ സൂറത്തുൽ അൻആമിൻ്റെ 103-ാമത്തെ ആയത്ത് ഓതിയാൽ ആ കാറ്റ് ശമിക്കുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകളുടെയും ആ സൂറത്തുകളിൽ അതിനകത്തെ ആയത്തിൻ്റെയും ഒക്കെ പ്രത്യേകതയാണ് ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കിതാബുകളിലുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളവരൊക്കെ ചെയ്യുക, അല്ലാത്തവരൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നവനാണ്. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭർത്താക്കന്മാർ ഉപദ്രവിക്കുന്നു ഉസ്താദെ എന്ന് പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്കെല്ലാം പരിഹാരം നൽകുമാറാകട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.